ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് നിഷാസ് ഹോം കുക്കിംഗ്. അപ്പോൾ ഇന്ന് കാണിക്കുന്ന വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിന് റെസിപ്പിയാണ് കാണിക്കുന്നത്. അതെങ്ങനെയാണ് ചെയ്യണതെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോയി നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കപ്പ് ഓട്സ് ആണ്. അത് ഞാൻ റോസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല, അത് സാധാരണ ഓട്സ് തന്നെയാണ്. അത് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. നല്ല രീതിയിൽ പൊടിച്ചെടുക്കാനായിട്ട് മിക്സിക്കകത്തോട്ട് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പൊടിച്ചെടുത്ത ഓട്സ് നമുക്കൊരു ബൗളിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിനെ ഒന്ന് കലക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഞാൻ 1 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1/2 കപ്പ് ഓട്സിന് നമ്മൾ 1 കപ്പ് പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പിന്നീട് പാൽ ചേർക്കണമെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ മിക്സ് ചെയ്ത് വെക്കുന്നത്. ഇനി നമ്മൾ ഇതിന് ശേഷം ഇതൊന്ന് 10 മിനിറ്റ് നേരം ഒന്ന് അടച്ച് വെക്കാം. ഈ സമയത്ത് നമുക്ക് ഇതിനോട് ആവശ്യമായ വെജിറ്റബിൾസ് കട്ട് ചെയ്യാം. ഇപ്പം ഞാനിവിടെ ഒരു ഒനിയൻ്റെ പകുതിയാണ്, ഒരു മീഡിയം സൈസ് സവോളയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ ചെറുതായിട്ട് അരിയണം. അതുപോലെ ഒരു ക്യാപ്സിക്കത്തിൻ്റെയും ഇതുപോലെ പകുതിയായിട്ട് എടുക്കുന്നത്. അപ്പം നമ്മൾ എടുക്കുന്ന ഓട്സിൻ്റെ അളവനുസരിച്ച് വേണം എടുക്കാനായിട്ട്. ഞാനിപ്പോൾ 1/2 കപ്പ് ഓട്സല്ലേ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് എല്ലാത്തിൻ്റെയും പകുതി എടുക്കുന്നത്. അപ്പോൾ നമ്മളതനുസരിച്ച് 1 കപ്പ് ഓട്സ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് കുറച്ചും കൂടി ഇതിൻ്റെ ഡബിൾ ക്വാണ്ടിറ്റി വെജിറ്റബിൾസ് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ എല്ലാ വെജിറ്റബിൾസും ഞാനിപ്പോൾ നല്ലപോലെ കുഞ്ഞായിട്ട് വളരെ നൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് ക്യാപ്സിക്കം, അതുപോലെ തന്നെ ക്യാബേജ്, ടൊമാറ്റോ, ഒനിയൻ, കുറച്ച് മല്ലിയില, ഇത്രയും സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വേണ്ടത് മുട്ടയാണ്. അപ്പോൾ ഞാൻ 2 മുട്ട എടുക്കുന്നുണ്ട്. അത് നല്ലപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കണം. ഞാനിപ്പോൾ വൈറ്റും യെല്ലോയും രണ്ടും എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ചിലരൊക്കെ യെല്ലോ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ 2 മുട്ടയ്ക്ക് പകരം 3 മുട്ടയൊക്കെ എടുക്കേണ്ടി വരും. ഇപ്പോൾ നമ്മൾ ഫുൾ എടുക്കുന്നത് കൊണ്ട് 2 മതി. ഇനി അതിനകത്തോട്ട് കുറച്ച് ഉപ്പും ആവശ്യത്തിന് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഓട്സ് ഉണ്ടല്ലോ, ഓട്സ് പൊടിച്ചതിൻ്റെ മിക്സ്, ഇത് നമുക്ക് ആ മുട്ട മിക്സിലോട്ട് ചേർത്ത് കൊടുക്കണം. അപ്പം ഇത് രണ്ടും കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ 1/2 കപ്പ് ഓട്സാണ് എടുത്തിരിക്കുന്നത്, അതിനാണ് നമ്മൾ 2 മുട്ട ചേർത്തിരിക്കുന്നത്. അപ്പോൾ 1 കപ്പ് എടുക്കുകയാണെങ്കിൽ 4 മുട്ടയൊക്കെ എടുക്കേണ്ടി വരുമായിരിക്കും. ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഇതെല്ലാം കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് പച്ചമുളകും കൂടി അരിഞ്ഞിട്ടുണ്ട് കേട്ടോ, ഞാനത് പറയാൻ വിട്ടുപോയെന്ന് തോന്നുന്നു. പച്ചമുളക് അരിഞ്ഞിട്ടുണ്ട്, ഒരു 3 പച്ചമുളക്. നമ്മുടെ എരിവിനനുസരിച്ച്, നല്ല എരിവുള്ളതാണ് 3 പിന്നെ നമ്മൾക്ക് എരിവ് കൂടുതൽ ആവശ്യമുണ്ടോ അതിൽ കുറച്ച് മതിയെങ്കിൽ അതിനനുസരിച്ച് വേണം പച്ചമുളകിൻ്റെ അളവിടാനായിട്ട്. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ്, മുട്ട, ഓട്സ് ഇതിൻ്റെ എല്ലാം കൂടി മിക്സ് തയ്യാറാക്കി ഇതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിനി അത് തയ്യാറാക്കിയെടുക്കാം. ഇതിന് ശേഷം ഒരു 5 മിനിറ്റ് നേരം കൂടി ഒന്ന് അടച്ചു വെക്കുകയാണെങ്കിൽ എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സായി വരുന്നതായിരിക്കും. ഇനി നമുക്കൊരു ചീനിച്ചട്ടി അടുപ്പത്തോട്ട് വെക്കാം. ഇതിന് നമ്മൾ സാധാരണ ഉപയോഗിക്കേണ്ട ഓയിൽ ഒലിവ് ഓയിലാണ്. ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓയിൽ ഉപയോഗിക്കാം. പക്ഷേ നമ്മൾ ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ 1-2 സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് ഇതുപോലെ നല്ല രീതിയിൽ ചീനിച്ചട്ടിക്കകത്ത് മൊത്തം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കാരണം ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് നമ്മൾ ചെയ്യുന്ന, ഒത്തിരി ഓയിൽ ഒഴിക്കാൻ പാടില്ല. അതിനുശേഷം നമ്മുടെ മിക്സ്, ചിലപ്പോൾ ഞാനിപ്പോൾ ഒന്നായിട്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ചീനിച്ചട്ടിയുടെ അളവും നമ്മുടെ പാനിൻ്റെയൊക്കെ സൈസ് അനുസരിച്ച് നമുക്ക് ചെറുതാണെങ്കിൽ 1-2 ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഒറ്റയടിക്ക് തന്നെ മാവ് മൊത്തം അതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ചെറിയ തീയിൽ അടച്ച് വെച്ച് വേവിക്കണം. ഒരു 5 മിനിറ്റൊക്കെ കഴിയുമ്പോൾ നമുക്ക് തുറന്ന് നോക്കുമ്പോൾ പുറമൊക്കെ നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ടെങ്കിൽ, തിരിച്ചിടാൻ പാകമായിട്ടുണ്ടെങ്കിൽ മാത്രമേ മറിക്കാവുള്ളൂ, അല്ലെങ്കിൽ ഇതിൽ പൊട്ടിപ്പോകും. അപ്പോൾ ഏകദേശം ഞാനിപ്പോൾ റെഡി ആയിട്ടുണ്ട് കണ്ടോ. ഇപ്പം താഴെ ഇങ്ങനെ ഇച്ചിരി തീ കൂടിപ്പോയെന്ന് തോന്നുന്നു, ഒന്ന് വങ്ങിയിട്ടുണ്ട്. പക്ഷെ വങ്ങിയെന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നും വന്നിട്ടില്ല, കളറൊന്ന് മാറിയിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ പ്ലേറ്റ് തിരിച്ച് വെച്ചുകൊണ്ട് ഈ മുകളിലത്തെ സൈസ് ഇങ്ങനെയാണ് വരുന്നത്. വെജിറ്റബിൾസൊക്കെ നിറയെ ഫിൽഡ് ആയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് വരുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഓട്സും മുട്ടയും ചേർത്തിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി ഗുണങ്ങളുണ്ടാകും. നമുക്ക് വെയിറ്റ് ലോസിനും നമ്മുടെ ഹെൽത്ത് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലിനൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ നിങ്ങൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോയും ചാനലൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.